അവരൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അവരല്ലേ അവരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സമുദായങ്ങൾ വർപ്പിച്ചാൽ അത് പറക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ആരാ കേൾക്കാൻ പോകുന്നത്? ഇവരുടെ തൊഴുത്തിൽ കിടക്കുന്നവരല്ലല്ലോ അവരാരും. അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ തുള്ളാനിരിക്കുന്നവരാണോ അവരാരും? ആ മിനിമം ജനാധിപത്യ ബോധം. ഇതേ വാദങ്ങൾ എന്താണ് ബി.ജെ.പിയുടെ നേതാവിനെ കുറിച്ചോ CPM-ന്റെ നേതാവിനെ കുറിച്ചോ പറയാൻ ഈ രണ്ടു കൂട്ടർക്ക് ധൈര്യമില്ലല്ലോ. ഇവർക്ക് എന്താ നേടാതെ പോയി? മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്താണ് ന്യായമായ രീതിയിൽ കിട്ടാതെ പോയ ഒരു കാര്യം പറയട്ടെ. അവര് ഉണ്ടോ? കേരളത്തിൽ 2001 AK ആന്റണി ഗവൺമെന്റ് കാലത്താണ് സ്വാശ്രയ കോളേജുകൾ നാടുനീളെ എല്ലാവർക്കും പതിച്ചു കൊടുത്ത്. അത് ഇവരുടെ ആപ്ലിക്കേഷൻ ഒരെണ്ണമെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും വന്ന UDF ഗവൺമെന്റുകൾ റിജക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ എവിടെയാണ് റിജക്ട് ചെയ്യപ്പെട്ടുള്ളത്? അത് ഇതുവരെ പറയുന്നില്ലല്ലോ. ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ ഇവരുടെ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. ഈ 30 വർഷത്തിലധികമായി ഈ രണ്ട് മഹാന്മാരായ നേതാക്കന്മാരും ഈ സമുദായങ്ങളുടെ തലപ്പത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ 30 വർഷത്തിനിടയിൽ ഈ മഹാന്മാരായ നേതാക്കന്മാർ എന്താണ് ഈ സമുദായത്തിന് വേണ്ടി ചെയ്തത്? ഞങ്ങൾ ഇന്ന കാര്യം കൊടുത്തുകൊണ്ട് കിട്ടാതെ പോയി, അല്ലെ ലീഗ് ഇടപെട്ട് അത് തെറിപ്പിച്ചു എന്നിവർക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ? മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും ഈഴവർക്കും ഉള്ള അസൂയയുടെ കാരണം അല്ലേ? കഴിഞ്ഞ ഒരു ഗോപകുമാർ സാർ അത് കുറച്ചുകൂടി വിശദീകരിക്കുക. 1990 മുതൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക വളർച്ച അത് അവരുടെ കഷ്ടപ്പാടിന്റെയാണ്. അതിന് ഇവരുടെ ആരുടെ ഔദാര്യം അവർ ആരും കയറി പിടിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പൊ ഈ ഒരു വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് ഈ 2-3 സമുദായങ്ങളിൽ ഈ മുസ്ലിം വിരോധം പറഞ്ഞാൽ പ്രധാന കാരണം. അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവുമില്ല. നായാടി മുതൽ നസ്രാണി എന്തിനാണ് ഇവർ കൂട്ടുപിടിക്കുന്നത്? നസ്രാണിക്ക് എന്താണ് ഇവരെ കൊണ്ട് നേടാനുള്ളത്? അത് പറയണ്ടേ?